ഒരു ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിക്കരുത് എന്നുള്ളത് 4 മദ്ഹബിലും ഇത്തിഫാക്കുള്ള കാര്യമാണ്. ഇത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല. ഇത് ഏതെങ്കിലും ഒരു പിൻഗാമിയായ പണ്ഡിതൻ കൊണ്ടുവന്ന ഒരു ഒറ്റപ്പെട്ട കൗലല്ല. മുസ്ലിം ഉമ്മത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബുകളായ 4 മദ്ഹബിലും ഇജ്മാ ഉള്ള കാര്യമാണ്, അവരുടെ ഇത്തിഫാക്കുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അറിയപ്പെട്ട മദ്ഹബ് ഷാഫി മദ്ഹബാണല്ലോ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ഷാഫി പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അൽ കബീറത്തു സാലിസത്തു വറാബിഅത്തു വൽ ഖാമിസത്തു വസാദിസത്തു വത്താസിഅത്തു വസാബിഅത്തു വസാമിനത്തു വത്തിസ്ഊൻ. അദ്ദേഹത്തിന്റെ കബായിർ വൻപാപങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. എന്തൊക്കെയാണ് വൻപാപങ്ങൾ എന്ന് വിവരിക്കുന്ന കിതാബ്. അതിൽ അദ്ദേഹം എണ്ണി പറയുകയാണ് 93, 94, 95, 96, 97, 98 ഇങ്ങനെ 6 എണ്ണം വൻപാപങ്ങൾ. ഇങ്ങനെ ഒരു ഓർഡറിൽ 1, 2 എന്നിട്ട് വൻപാപങ്ങൾ എണ്ണാണ്. അപ്പൊ 93 മുതൽ 98 വരെയുള്ള വൻപാപങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയാണ്. ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ്, ഖബറിന്റെ അടുക്കൽ മസ്ജിദ് ഉണ്ടാക്കൽ, നമസ്കരിക്കൽ. വഇഖാദു സുറുജി അലൈഹ, ഖബറിങ്ങൽ വിളക്ക് കത്തിക്കൽ. വത്തിഹാദുഹ ഔഥാനൻ, ഖബറിനെ ബിംബമാക്കി മാറ്റൽ. വത്തവാഫു ബിഹ, ഖബറിന്റെ ചുറ്റും കാബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് പോലെ തവാഫ് ചെയ്യൽ. വസ്തിലാമുഹ, ഖബർ തൊട്ടുമുത്തൽ. വസ്സലാത്തു ഇലൈഹ, ഖബറിങ്ങിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കൽ. ഇദ്ദേഹത്തിന്റെ കിതാബുകളാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം എണ്ണി പറഞ്ഞതാണ്. അതുപോലെ മാലിക്കി മദ്ഹബുകാരനായ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, യഹ്റുമു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ് അൻ യത്തഖിദു ഖുബൂറൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന മസാജിദ്, അംബിയാക്കളുടെയും ഉലമാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഖബറുകൾ മസ്ജിദാക്കി മാറ്റുക, അവിടെ നമസ്കരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ എന്ന് പറഞ്ഞത്? ഏത് ആളുടെ ഖബറാണെങ്കിലും ആരുടെ ഖബറാണെങ്കിലും അവിടെ നമസ്കരിക്കാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് വിലക്കിയത്? ആ ഖബറിനെ പിന്നീട് ആരാധിക്കും. ഇപ്പൊ സാധാരണക്കാരനായ ഒരാൾ ആരാധിക്കുന്നതിനേക്കാൾ സാധ്യത ആരെ ആരാധിക്കാനാണ്? ഔലിയാക്കന്മാരെ ആരാധിക്കാനാണ്.